വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ഇവിടെ ബാറ്ററൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 സ്ലൈസഡ് ബ്രെഡാണ് കേട്ടോ. 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. ആ ബ്രൗൺ കളറ് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്താലും കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ബ്രെഡ് തന്നെ 3 കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിക്ക് രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ സ്റ്റിക്ക് രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം, പക്ഷെ ഞാനിവിടെ സ്റ്റിക്ക് രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും പിന്നെ 2 ബ്രെഡും കൂടിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം. നമുക്ക് എന്നിട്ട് ബ്രെഡ് ക്രംസ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ വേഗത്തിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ബാക്കിയുള്ള കോട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലിട്ട് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ നോക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ നല്ല എണ്ണ വലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണേ. നമ്മുടെ സ്റ്റിക്കൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. Thank you for watching my video. Bye bye.